ഞാൻ തമാശക്ക് പറയാറുണ്ട്, ഈ തിരുരങ്ങാടി മണ്ഡലത്തിലെ ഗോൾഡിൻ്റെ സ്റ്റോക്ക് ബില്യൺസ് വരും. ഇവിടെ കുറേ ഫണ്ട് അവിടെയും ഇവിടെയും കിടക്കുന്നുണ്ട്. അതിനൊന്ന് ചാനലൈസ് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജിങ് ചെയ്ത. ബേസിക്കലി ഞാനൊരു രാഷ്ട്രീയക്കാരൻ ആണ്, മുഴുവൻ സമയ രാഷ്ട്രീയക്കാരൻ്റെ മകനായിരുന്നു. അപ്പോൾ ഉപ്പ തറവാടിൽ നിന്ന് കിട്ടുന്ന ഷെയറുകളൊക്കെ വിറ്റു. പിന്നെ വീടുണ്ടാക്കി കൊടുത്തു, എല്ലാവരും കൂടി അത് വിറ്റു. മുസ്ലിം ലീഗ് പോലൊരു പാർട്ടി, അത് വളരെ അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ളൊരു പാർട്ടിക്കകത്ത് വളരെ മോഡേണായ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അത്തരം രംഗത്ത് നിന്ന് വരുന്ന ഒരാൾ പാർട്ടിയുടെ പോളിസി രൂപീകരിക്കുന്നതിലൊക്കെ എന്തെങ്കിലും നിലയ്ക്ക് നമുക്കതിൽ സ്വാധീനം ചെലുത്താൻ പറ്റും. മുസ്ലിം ലീഗ് ഓരോ പ്രവർത്തകൻ്റെയും ഓണർഷിപ്പ് ഉള്ള ഒരു പാർട്ടിയാണ്. ഏറ്റവും താഴെയുള്ള ഒരാൾ അയാളുടേതാണ് മുസ്ലിം ലീഗ്. നമ്മുടെ പാർട്ടിയിലെ സീനിയർ ലെവൽ ആളുകളുടെ ഒരു ഏവറേജ് ഏജ് ഒരു 55 to 70 ആയിരിക്കും. അവരാണ് ഈ സോഷ്യൽ മീഡിയ യൂത്തിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഭയങ്കര സിൻസിയറാണ് അവർ പറയും ഞങ്ങൾ ചങ്കാണ് പറിച്ചു തരുന്നത്. ആ ഒരു ഭയങ്കര ഡെഡിക്കേറ്റഡായ ഒരു വിഭാഗത്തെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായ ഒരു സ്ട്രീമിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നല്ല മനുഷ്യന്മാരാണ്, നല്ല മണ്ണും നല്ല മനുഷ്യരാണ്. കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തിരൂരങ്ങാടി അസംബ്ലി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PMA സമീർ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് നവാഗതനാണ്. പക്ഷേ പ്രൊഫഷണൽ മേഖലയിൽ തൻ്റെ കഴിവ് തെളിയിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ചെറുപ്പം മുതലേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആദ്യത്തെ അനുഭവമാണ്. അതെ, ഫസ്റ്റ് കോളേജുകളിൽ എങ്ങനെ? കോളേജ് ഞാൻ ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. ഫറൂഖ് കോളേജ് യൂണിയൻ രംഗത്തുണ്ടായിരുന്നു. MSFൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായും കോളേജ് യൂണിയൻ ചെയർമാനായും കൗൺസിലറായും ഒക്കെ മത്സരിക്കുകയും അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഈ പ്രൊഫഷണൽ കോഴ്സിലേക്ക്, കോളേജ് കഴിഞ്ഞ് നേരെ പ്രൊഫഷണൽ കോഴ്സിലേക്കാണ് ജോയിൻ ചെയ്തത്. ആ പ്രൊഫഷണൽ കോഴ്സ് എനിക്ക് 4.5 വർഷം എടുത്തു. ആ 4.5 വർഷം ചെന്നൈയിലും ഡൽഹിയിലുമായിട്ടായിരുന്നു വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് നേരെ 1999 ഞാൻ ഡിഗ്രി കഴിയുന്നത്. ഫ്രം 2000 to 2005 ആ ഇയറിലാണ് പ്രൊഫഷണൽ കോഴ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. അന്ന് ഞങ്ങളുടെ ഈ കോഴ്സ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ചെന്നൈയിലാണ് CS ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നു, പ്രൊഫഷണൽ ഓഫീസ് തുടങ്ങി അങ്ങനെ 10 years ആ പ്രൊഫഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. ആ സമയത്ത് ഒരു ഭയങ്കര ബൂമിൻ്റെ കാലം കൂടിയായിരുന്നു ഇതിൽ. ഫൈനാൻസ് ആൻഡ് റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും ബൂമ് വന്ന കാലം. അങ്ങനെ പിന്നെ 7 വർഷത്തോളം അതിൽ നിന്നിട്ടാണ് പിന്നെ ചന്ദ്രികയുടെ ഫിനാൻസ് ഡയറക്ടറായും ആ ഗ്യാപ്പിൽ നാട്ടിലെ സംഘടന, പഞ്ചായത്ത്, മണ്ഡലം തലത്തിലൊക്കെ വർക്ക് ചെയ്തു. പിന്നീടാണ് ആക്റ്റീവായിട്ട് ഈ സ്റ്റേറ്റ് ലെവൽ ലീഡർഷിപ്പിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് തുടങ്ങിയത് 2016 2016 പിന്നെ സ്റ്റേറ്റ് ലെവൽ പ്രോജക്ട്സിൽ എനിക്ക് കിട്ടിയ അസൈൻമെൻറ്റ്സ് ഫിനാൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്ക് എൻഡ് ആയിരുന്നു കുറേ കൂടിയൊക്കെ ഉണ്ടായത്. ചന്ദ്രിക ഉണ്ടായി, ഹദിയ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയുടെ ഒരു മോഡേണൈസേഷൻ പ്രോജക്റ്റ്, റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ്. അതിനുശേഷം ഖായിദി മില്ലത്ത് സെൻറ്റർ ഡൽഹിയിലെ പ്രോജക്റ്റ് ചെയ്തു. അതിനുശേഷം പാർട്ടിയുടേത് ചെയ്തത് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ്. ഇടയ്ക്ക് പാർട്ടിയുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് സൗദി അറേബ്യയിലെ എൻ്റെ നാട്ടുകാരനും കൂടിയാണ് ഫറൂഖ് കോളേജിനടുത്ത് കോടമ്പുഴയുള്ള റഹീമിൻ്റെ സേവ് റെയിൻ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റുകളൊക്കെ ബാക്ക് എൻഡിലായിരുന്നു. അതായിരുന്നു ഈ ഒരു കരിയറിലെ ലാസ്റ്റ് 9 years. സാധാരണ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കൊക്കെ പൊതുവേ കേരളത്തിൽ വരാറ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഏതെങ്കിലും നിലയ്ക്ക് വളരെ കാലം രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചിട്ട് വരുന്നവരാണ്. പ്രൊഫഷണൽ മേഖലയിൽ നിന്ന് വരുന്നവരുടെ എണ്ണം കേരളത്തിൽ കുറവാണ്. കേരളത്തിന് പുറത്ത് ധാരാളമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ സാധാരണ നിലയ്ക്ക് ഉള്ള രാഷ്ട്രീയ പ്രവർത്തകരും പാർട്ടിയുടെ നേതാക്കളും അണികളും ഒക്കെ എങ്ങനെയാണ് അവരുടെ ഒരു മനോഭാവം? എങ്ങനെയാണ്? അങ്ങ് പറയുന്നത് കറക്റ്റാണ്. കാരണം ഒരു സജീവമായി ഫീൽഡിൽ ഇവരുമായിട്ട് നല്ല ഇൻട്രാക്ഷൻ, ഒന്നുകിൽ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഈവൻ സോഷ്യൽ മീഡിയ ആയിട്ടോ ഒരു ലീഡറാണ് എപ്പോഴും കാൻഡിഡേറ്റ് ആയിട്ട്, ഒരു ഫെമിലിയർ ഫേസ് ഓഫ് നെയിമോ ആയിരിക്കും വരിക. സ്വാഭാവികമായി ഞാൻ അങ്ങനെ ഇപ്പോൾ തിരൂരങ്ങാടി മണ്ഡലത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള സംഘടന ടോപ്പ് ടു ബോട്ടം, ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ ടോപ്പ് ടു ബോട്ടം നോക്കിയാൽ ഞാനതിൽ പരിമിതിയുള്ള ആളാണ്. ഈ ഒരാഴ്ച കൊണ്ടാണ് ഞാൻ അവരെ പരിചയപ്പെടുന്നതും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്.
സോ സംഘടനാ പ്രവർത്തനത്തിൽ ഞങ്ങൾ ശാഖ മുതൽ സ്റ്റേറ്റ് വരെ വർക്ക് ചെയ്ത ആൾ എന്നുള്ള നിലക്ക് അവരോട് എനിക്ക് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റി. അവർ എന്നെക്കാളും ഈ കാര്യങ്ങൾ ചെയ്യാൻ നന്നായി എന്നെ ലീഡ് ചെയ്യാൻ എനിക്ക് സഹായമായി. അതുകൊണ്ട് ഇപ്പോൾ ഒരു മുമ്പേ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് അതിനെപ്പോലെ തന്നെ ഇതിനെ കാണുന്നു. അപ്പം ഇവരുമായിട്ട് നന്നായിട്ട് അസോസിയേറ്റ് ചെയ്ത് തുടങ്ങി. പക്ഷേ ഇപ്പം മിങ്കിൾ ചെയ്തൊരു ടീം എന്നുള്ള നിലയ്ക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. ബേസിക്കലി ഞാനൊരു രാഷ്ട്രീയക്കാരൻ ആണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു മെസ്സേജ്, ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം, രാഷ്ട്രീയം ഒരു തൊഴിലല്ലോ. ഞാൻ എൻ്റെ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരൻ്റെ മകനായിരുന്നു. അപ്പോൾ ഉപ്പ ജീവിതത്തിൽ ആദ്യം തറവാടിൽ നിന്ന് കിട്ടുന്ന ഷെയറുകളൊക്കെ വിറ്റു, പിന്നെ വീടുണ്ടാക്കി കൊടുത്തു എല്ലാവരും കൂടി, അത് വിറ്റു. അപ്പോൾ എനിക്ക് അന്നേരം കിട്ടിയൊരു മെസ്സേജ് എന്താ വെച്ചാൽ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാലേ നമ്മൾ ഉദ്ദേശിച്ച ഒരു സർവീസ് മൈൻഡ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജോലിയോടൊപ്പം നമുക്ക് സാമൂഹ്യ പ്രവർത്തനം പോസിബിളാണ്. ഇന്നത്തെ കാലത്ത് കുറേ കൂടി പോസിബിളാണ്. നമ്മളിപ്പം നിന്ന് ഈ സംസാരിക്കുന്നത് എത്ര മില്യൺസ് ആളുകൾക്കും ഏത് കാലത്തും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമായിട്ടല്ല ഇത് മാറുന്നത്. അപ്പോൾ ഫിസിക്കൽ പ്രസൻസിനെ ഹൈബ്രിഡായ ഒരു കാലത്ത് ദിസ് ഈസ് വെരി മച്ച് പോസിബിൾ എന്നുള്ള എനിക്ക് തോന്നുന്നു. മുസ്ലിം ലീഗ് പോലൊരു പാർട്ടി, അത് വളരെ അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ഒരു പാർട്ടിയാണ്. വളരെ ജനകീയമായ അടിത്തറയുണ്ട്. പല തരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടേണ്ടുന്നൊരു പാർട്ടിയാണ്. ചരിത്രപരമായിട്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിക്കകത്ത് വളരെ മോഡേണായ, വളരെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അത്തരം രംഗത്തുനിന്ന് വരുന്ന ഒരാൾ പാർട്ടിയുടെ പോളിസി രൂപീകരിക്കുന്നതിലൊക്കെ എന്തെങ്കിലും നിലയ്ക്ക് നമുക്കതിൽ സ്വാധീനം ചെലുത്താൻ പറ്റും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നൊരു ഏത് ഘടനയും എടുത്താൽ അത് സോഷ്യൽ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, റിലീജിയസ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ട്. അത് പണമാണ്, അല്ലെങ്കിൽ ഫണ്ടാണ്. ഈ ഫണ്ട് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ രണ്ട് ഡിമാൻഡ് പൊതുവെ പബ്ലിക്കിൽ നിന്നാണെങ്കിലും ഒരാവശ്യപ്പെടുന്നു. ഒന്ന് അതിൻ്റെ സുതാര്യതയാണ്. അപ്പം ഈ സുതാര്യത കൊണ്ടുവരാൻ നമുക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇതിനെ ടെക്നോളജിയുമായിട്ട് ബ്ലെൻഡ് ചെയ്യൽ. ഇപ്പം നമ്മളൊക്കെ ഒരു ദിവസം ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൽ മെജോറിറ്റിയും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈ തരം UPI മെത്തേഡ് ഉപയോഗിക്കുന്നു. അതിനെ കണക്ട് ചെയ്തൊരു മെത്തേഡ് എന്ത് ചെയ്തു, എനിക്ക് വലിയ സൗകര്യം കിട്ടി, സുതാര്യത കൊണ്ടുവരാൻ പറ്റി. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഈ ലാർജ് ഡോണേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഡൊണേഷൻസ് ആണല്ലോ ഇത്, പൊളിറ്റിക്കൽ പാർട്ടിയും റിലീജിയസ് ഓർഗനൈസേഷനും ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, വലിയ വലിയ പണക്കാരുടെ എണ്ണം കുറയുകയും മിഡും ആവറേജ് ആളുകളും കൂടുതൽ വരികയും ചെയ്തു. ഇവരെ കണക്ട് ചെയ്യാവുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയയുമാണ്. ഒരു ഭാഗത്ത് UPIയും മറ്റൊരു ഭാഗത്ത് സോഷ്യൽ മീഡിയയും കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്താൽ ആളുകൾ ഇതിനെ ഓൺ ചെയ്യുമെന്നുള്ള മുസ്ലിം ലീഗിൻ്റെ ഇത് താങ്കൾ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് ഓരോ പ്രവർത്തകൻ്റെയും ഓണർഷിപ്പുള്ളൊരു പാർട്ടിയാണ്. ഏറ്റവും താഴെയുള്ള ഒരാൾ അയാളുടേതാണ് മുസ്ലിം ലീഗ്. അത് അയാൾക്ക് അത് വക വെച്ച് കൊടുത്തേ പറ്റൂ. അയാൾ അല്ലാതെ സമ്മതിക്കില്ല. അയാൾക്കൊരു നേതാവുണ്ട്, അയാൾക്കൊരു പാർട്ടിയുണ്ട്, അയാൾക്കൊരു കൊടിയുണ്ട്. അങ്ങനത്തെ ഒരു ഏകദേശം ഒരു 1/4 കോടി മെമ്പർഷിപ്പ് ഉള്ളതാണ്. ആ ആളുകളിലേക്ക് ഈ മെസ്സേജ് കൊടുത്തപ്പോൾ അത് ഭയങ്കരമായിട്ട് വെൽക്കമിങ് ആയി. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ഡിജിറ്റലൈസ്ഡ് ആയിട്ട് ഞാനതൊരു കോർഡിനേറ്ററായിട്ട് സലാം സാഹിബിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയയെ അല്ലെങ്കിൽ ഈ പറയുന്ന പണത്തിൻ്റെ സുതാര്യത ബ്ലെൻഡ് ചെയ്തപ്പോൾ പാർട്ടിയുടെ പോളിസി എന്നല്ല പറയുക, പാർട്ടിയുടെ അതിൻ്റെ പ്രവർത്തനത്തിനെ കുറച്ചുകൂടി എളുപ്പമാക്കാൻ പറ്റി. ഇപ്പം ഞങ്ങൾ ഇലക്ഷൻ്റെ റിവ്യൂ ഓൺലൈനായിട്ടും മീറ്റിങ്സും ഒക്കെ കൂടുന്നതും ഒക്കെ, കാരണം നമ്മുടെ പാർട്ടിയിലെ സീനിയർ ലെവൽ ആളുകളുടെ ഒരു ഏവറേജ് ഏജ് ഒരു 55 to 70 ആയിരിക്കും. അവരാണ് ഈ സോഷ്യൽ മീഡിയ യൂത്തിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം അത് എളുപ്പമായി പോളിസി എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതിനെ പബ്ലിക്കിനെയോ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തെയോ കണക്ട് ചെയ്യാൻ എളുപ്പമായി കിട്ടി. ആധുനികവൽക്കരണം എന്ന് പറയാം അല്ലേ, ഒരു ഉപയോഗപ്പെടുത്തൽ, സാധ്യതയെ ഉപയോഗപ്പെടുത്തൽ. ഈ മണ്ഡലത്തിൽ വരുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു? കാരണം ഒന്ന് വലിയൊരു കടലോര മേഖലയുണ്ട്, കാർഷിക മേഖലയുണ്ട്, ഗൾഫ് ജോലി ചെയ്യുന്ന ആളുകൾ കുടുംബങ്ങളുണ്ട്, വളരെ ചെറുകിടയായ ബിസിനസ് സംരംഭങ്ങളുണ്ട്. വലിയ വികസനമൊന്നും വന്നിട്ടില്ലാത്തൊരു മണ്ഡലമാണ്. പക്ഷേ ദീർഘകാലമായിട്ട് മുസ്ലിം ലീഗിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കുത്തക മണ്ഡലം എന്ന് പറയാവുന്ന മണ്ഡലമാണ്. എന്താണ് ഈ മണ്ഡലത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്? ഭാവിയിൽ എന്താവണം? ഇതിൻ്റെ ഒരു തിരുരങ്ങാടി മണ്ഡലത്തിൻ്റെ ഒരു ടെറിട്ടറി, ജിയോഗ്രഫിക്കൽ ടെറിട്ടറി എടുത്തു നോക്കിയാൽ
ഈ പറഞ്ഞതുപോലെ സീസൈഡ് ഉണ്ട്, നല്ല അഗ്രികൾച്ചറൽ ലാൻഡ് നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടി കോണ്ടൂറുള്ള ഇപ്പം നന്നമ്പ്ര പഞ്ചായത്തിലൊക്കെ ഉള്ള അതുണ്ട്. ഒരു അർബനൈസേഷൻ ടച്ച് ചെയ്യുന്ന 2-3 പോക്കറ്റുകളുണ്ട്. എല്ലാം കൂടി കൂടിയതാണ്. ഇതിലൊരു 2-2.5 ലക്ഷം ആളുകളുമുണ്ട്. അപ്പം ഇതിനെ ഒരു യൂണിറ്റായിട്ട് കണ്ടാൽ ഇവിടെ എഡ്യൂക്കേഷനിൽ കുറച്ച് നല്ല ഇനീഷ്യേറ്റീവ് വന്ന മണ്ഡലമാണ്. ആ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവിനെ അടുത്ത കാലത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത ഹൈബ്രിഡ് കോഴ്സുകളെ കണക്ട് ചെയ്യലാണ്. കുറച്ചും കൂടി സ്കിൽഫുൾ ആക്കുക. ഇവരൊക്കെ ഫോർമൽ എഡ്യൂക്കേഷൻ PhD വരെ ഈ മണ്ഡലത്തിൽ ചെയ്യാൻ പറ്റും. PhDയുടെ അപ്പുറത്ത് നമ്മൾ ഒരു ടെക്നിക്കൽ സ്കില്ല് കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് എളുപ്പത്തിൽ കൊണ്ടുവരാവുന്ന മണ്ഡലമാണ്. രണ്ടാമത്തേത് ടൂറിസത്തിൽ 2 സാധ്യതയുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ ഫാം ടൂറിസം ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി ഉള്ളതും അതോടൊപ്പം തന്നെ അതിനേക്കാളും വാല്യൂ ഉള്ള ഒരു ഹെറിറ്റേജ് ടൂറിസം സർക്യൂട്ടാണിത്. ഇപ്പോൾ മമ്പുറമാണെങ്കിലും തിരൂരങ്ങാടി ആണെങ്കിലും നമ്മളെ തൃക്കുളാണെങ്കിലും ഒക്കെ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഹെറിറ്റേജ് ടൂറിസത്തിന് ഭയങ്കര സാധ്യതയാണ്. ഈ കാര്യങ്ങളെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജിയുമായിട്ട് ബ്ലെൻഡ് ചെയ്താൽ ജോലി സാധ്യത കൂടും. അതിനെ ഡോക്യുമെൻ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മൂന്നാമത്തെ അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു. അവർ അഗ്രികൾച്ചറിൽ അതിലൊരുപാട് മോഡേണൈസേഷൻ ഒന്നും ഒരുപാട് കൊണ്ടുവന്നിട്ടില്ല. ഇറിഗേഷനിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ ബേസിക് നീഡുകൾ കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അപ്പം ഈ എഡ്യൂക്കേഷൻ, അതുപോലെ ടൂറിസം, അഗ്രികൾച്ചർ, പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ ഒരു കോർ ഏരിയ, ഇവിടെ കുറേ ഫണ്ട് അവിടെയും ഇവിടെയും കിടക്കുന്നുണ്ട്. അതിനൊന്ന് ചാനലൈസ് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജിങ് ചെയ്ത് ഞാൻ തമാശക്ക് പറയാറുണ്ട്, ഈ തിരുവരങ്ങാടി മണ്ഡലത്തിലെ ഗോൾഡിൻ്റെ സ്റ്റോക്ക് ബില്യൺസ് വരും. എന്നെ ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയും അവർ സ്റ്റോക്ക് ചെയ്ത് അതൊരു മണി ഈസ് എ ടൂൾ ഫോർ യൂസ് ഓഫ് എന്നാണല്ലോ പറയും. അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അടുത്ത തലമുറക്ക് പറ്റുന്നൊരു മണ്ണ. വലിയ ഒരു ചാലഞ്ച് ഇല്ല, എക്സെപ്റ്റ് റിവർ സൈഡിൽ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്തണം, ഒരു സേഫ്റ്റി വാൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ബാക്കിയുള്ളത് ഓവറോൾ നോക്കുകയാണെങ്കിൽ കുറേ കൂടി മെച്ചപ്പെടുത്താനുണ്ട്. തീരെ ഇല്ലാത്തത് എന്ന് പറയാൻ കഴിയില്ല. നല്ല സ്കോപ്പ് ഉണ്ട് ഈ മണ്ഡലത്തിൽ. മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു കാര്യം ഈ പറഞ്ഞ അവരുടെ ഒരു സേഫ്റ്റി ഇഷ്യൂ ഉണ്ട്. രണ്ടാമത് അവിടെ ഒരു എഡ്യൂക്കേഷനിൽ കാര്യമായ ഒരു ഇടപെടൽ നടക്കണം. എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഒരു മേഖലയിലേക്ക് അവരെ ഒന്ന് ടേൺ ചെയ്യിച്ചാൽ ഭയങ്കര സിൻസിയറാണ് അവർ പറയും ഞങ്ങൾ ചങ്കാണ് പറിച്ചു തരാമെന്നത്. അപ്പം ആ ഒരു ഭയങ്കര ഡെഡിക്കേറ്റഡായ ഒരു വിഭാഗത്തെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായ ഒരു സ്ട്രീമിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതവരിങ്ങനെ കൂട്ടി പാമ്പർ ചെയ്താലേ സാധിക്കുകയുള്ളൂ. അവരൊരു കമാൻഡ് ആക്സെപ്റ്റ് ചെയ്യുന്നവരല്ല. അവരുടെ സ്നേഹം കൊണ്ട് മാത്രമേ അതിന് കുറച്ച് അധികം ആവശ്യമുള്ള, പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള ഒരു ഏരിയ അതാണ്. ഈ ഒരു ഏരിയയിൽ എഡ്യൂക്കേഷൻ ആ ഒരു പ്രോബ്ലം അല്ല. അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ. ഹെൽത്ത് കെയറിൽ കുറച്ച് ഇടപെടലുകൾ വേണം. പ്രത്യേകിച്ച് ജിയാട്രിക്കിൽ ഇപ്പോൾ കുറേ ആളുകൾ ഒരു പ്രോബ്ലം, സ്ട്രോക്കിൻ്റെ കേസ് കുറേ നന്നായിട്ട് കൂടുതലുണ്ട്. ഈ ജനറലി കേരളത്തെക്കുറിച്ച് പറയും, ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും ഈ ന്യൂറോയിൽ ഏറ്റവും മോഡേൺ കാര്യങ്ങൾ വന്ന് കേരളത്തിലായി വരുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സമയത്ത് അതിലൊരു പ്രോബ്ലം ഉണ്ട്. അപ്പം വയോജനങ്ങൾക്ക് ഒരു കരുതൽ കുടുംബത്തെ മാത്രം ഏൽപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ഗവൺമെൻറ് പബ്ലിക്കുള്ള സംവിധാനം വന്നാലേ, അവരൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. അവരൊരു 4 ചുമരിലേക്ക് വരുമ്പം തന്നെ അവരുടെ മെൻ്റൽ ഒരു ഹെൽത്തിനൊരു വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നുള്ളത് എല്ലായിടത്തുള്ളതുപോലെ തന്നെ കിഡ്നി ഡയാലിസിസ് ഇഷ്യൂ. ബാക്കി ഓവറോൾ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെയാണ്. വിമൺ ഇംപ്രൂവ്മെൻറ്റിന് കുറച്ചുകൂടി കൂടുതൽ സാധ്യമായ സ്ഥലം. നമുക്ക് അങ്ങാടികളിലൊക്കെ സ്ത്രീകളുടെ സാന്നിധ്യം കാണാൻ പറ്റും. രാത്രി ഉൾപ്പെടെ സ്ത്രീകൾ പുറത്തിറങ്ങുന്ന ഒരു സ്ഥലമാണ്, ഒരു സുരക്ഷിത സ്ഥലം. അത് കുട്ടികളൊക്കെ ഓടി നടക്കുമ്പോഴേ അവർ സുരക്ഷിതരാണ്. കുട്ടികൾ വീട്ടുകാർ വിടുന്നതുകൊണ്ടാണല്ലോ വരുന്നത്. ഒരു ഹാർമോണിയസ് ഒരു നല്ല മണ്ണാണിത്. താങ്കൾക്ക് ഈ മണ്ഡലം കുറേ കൂടി വികസിപ്പിക്കാനുള്ളൊരു കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. അത് പ്രായോഗികമാക്കാനുള്ളൊരു അവസരം കിട്ടും എന്ന പ്രതീക്ഷ. അതിനെ ഇനി ഇവിടുത്തെ ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പും ഇവിടുത്തെ പ്രായോഗികമായിട്ട് ഇതിനൊക്കെ സമീപിച്ച ആളുകളുമായിട്ട് ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ നടന്ന് ഒരു മോഡലാക്കി അവിടെ കുറച്ചും കൂടെ ഒരു പ്രിപ്പറേഷൻ സമയം കുറച്ചും കൂടി സമയം എടുത്ത് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അതൊരു കൺസിസ്റ്റൻറ്റ് മോഡലാവില്ല. അവിടെയും ഇവിടെയും തൊട്ട് വെക്കുന്ന ഒരു വികസനം ആയിരിക്കില്ല. എന്തായിരിക്കണം, ഒരു വിഷൻ ബുക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ പരമാവധി ജനങ്ങളിലേക്ക് ഇങ്ങനെ ഓടി നോക്കി. ജനങ്ങൾ നമ്മളെക്കാളും വേഗത്തിൽ നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട്. നല്ല മനുഷ്യന്മാരാണ്, നല്ല മണ്ണും നല്ല മനുഷ്യരാണ്. താങ്കൾക്കൊരു വലിയ വിജയം കിട്ടട്ടെ.
ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും താങ്ക് യു സോ മച്ച്.